ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഏറെ ദുഃഖകരമായ വാർത്ത തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ നെഞ്ചിലേറ്റിയവരാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. LGTBക്കാരെ അങ്ങനെ അധികം ആൾക്കാർ നെഞ്ചിലേറ്റാറില്ല. ഞാനും ഇവറ്റകളെ നെഞ്ചിലേറ്റാറില്ല. ഇവറ്റകളെ നമ്മൾ വീട്ടിൽ കയറ്റില്ലെന്നൊന്നും പറയുന്നില്ല, പക്ഷെ നെഞ്ചിലേറ്റുന്ന കാര്യം ഇത്തിരി പാട് തന്നെയാണ്. എനിവേ, LGTBക്കാരെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ LGTB ഈ ഒരു ദിവസം കരിദിനമായിട്ട് പോലും ആചരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം സ്വവർഗ അനുരാഗികളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് ദമ്പതികളെയാണ്. ഒന്ന് നമ്മുടെ ആദില നൂറ ലെസ്ബിയൻ ദമ്പതികൾ, മറ്റേത് ഈ പറഞ്ഞ ആഷിഖ് ആൻഡ് ജാസി ദമ്പതികൾ. രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതം സുഖകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഏറെ ദുഃഖകരമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. പുറത്തു വിട്ടിരിക്കുന്നത് ഈ ആഷിയുടെയും ജാസിയുടെയും ഒക്കെ റിലേറ്റഡ് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടിട്ട് ആ ഒരു പകേനിക്കുണ്ടായ ഒരു അവസ്ഥ, ഇതുപോലെ ഒരു അവസ്ഥ ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. നാളുകളിൽ ഒരാൾക്ക് ഇതുപോലെ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇനിമേ എന്താണെന്ന് നമുക്ക് കേൾക്കാം. അതിന് ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഹലോ ഗൈസ്, നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? കുണ്ടനളിയാങ്കാനെ വിട്ടെറിഞ്ഞ് താത്ത ഇന്നലെ ഇവിടെ കുറ്റിപ്പുറത്ത് വീട്ടിലേക്ക് പോയിക്കണ്, ഫേസ്ബുക്കിൽ ഇട്ടിക്കണ്. ഇതിന്റെ പിന്നിൽ 100% കളിച്ചത് ഫഹദും പിന്നെ നന്ദിനി റെഡ്ഡിയാണ്. അവർക്ക് പിന്നെ ഞങ്ങൾക്ക് വലിയ ചൊറിച്ചലാണല്ലോ ഇവനെ കൊണ്ട് ഇവനെ ഇതാക്കാൻ വേണ്ടിയിട്ട്. ഒരു ഉമ്മയുടെ സങ്കടം കേട്ടിട്ട് അതിന് സപ്പോർട്ട് ചെയ്തിട്ട് ഉമ്മ ചോദിച്ച്, ഉമ്മയും അതിന്റെ ഇവന്റെ മറ്റെന്താണ് കൂടെ പറഞ്ഞോട്ടി ചോദിച്ച്, നിങ്ങൾക്കൊന്നും ഇങ്ങനെ പ്രതികരിച്ചൂടെ? ആരും പ്രതികരിക്കുന്നില്ല, നിങ്ങൾക്കൊന്ന് പ്രതികരിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ രണ്ടാളും പ്രതികരിച്ചതാണ് ഇപ്പൊ പ്രശ്നം. ഇവൻ എന്നിട്ട് എന്തൊക്കെ നോണ പറഞ്ഞു. ഇപ്പം പറഞ്ഞ നോണ കംപ്ലീറ്റ് അവരങ്ങോട്ട് പുറത്ത് പറഞ്ഞപ്പോ ഇപ്പൊ ഉമ്മ പറഞ്ഞത് നോണ. ഉമ്മയുടെ അടുത്ത് ഉണ്ടാവുക, ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറി ഉമ്മയുടെ അടുത്ത് ഉണ്ടാവും. ഇവന് 100% അറിയാം. കാരണം ഇവൻ വൺ ടൈം ആയിട്ട് അയച്ചിട്ട് ഇത് എന്താ പറയാ, എന്നിട്ട് അപ്പൊ ഇവര് കാണുന്നതിന്റെ മുന്നേ ഡിലേറ്റ് ആക്കി കഴിഞ്ഞ പിന്നെ അവറ്റ കാണോ, അത് പാവം സാധുവാ. ആഷിൻ ജാസിയുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുന്ന ഒരു പഹയനാണ്. ഓന്റെ വീഡിയോ 1,70,000 പേരോളം കണ്ടിരിക്കുന്നു. ഈ ഒരു വേർപിരിയൽ സത്യമായി മാറാൻ തന്നെയാണ് ചാൻസ്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കുറച്ച് ഡിപ്രഷനിലായിരുന്നു. ഓന്റെ വീഡിയോസിലൊക്കെ അത് വ്യക്തമായിരുന്നു, നമ്മളെല്ലാം കണ്ടാണ്. അതിന്റെ ഇടയ്ക്ക് ഓൻ ഗർഭിണിയാണെന്നുള്ളൊരു വ്യാജ വാർത്ത ഏറ്റവും കൂടുതൽ പടച്ചുവിട്ടു. അങ്ങനെങ്കിലും ഓനെ ഈ പറഞ്ഞ ആഷിയുടെ ഉമ്മ വീട്ടിൽ കയറ്റാൻ തയ്യാറാവട്ടെ. ഓൻ ഗർഭിണിയായെങ്കിൽ സാധാരണഗതിയിൽ നമുക്കറിയാം, ഈ ഒളിച്ചോടി പോകുന്നൊക്കെ പിള്ളേർ വേർപിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേന് മക്കളുണ്ടായി എന്നറിഞ്ഞാൽ ഓലെ വീട്ടിൽ കയറ്റുന്ന തിരിച്ചു വിളിക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. അത്തരത്തിലെങ്കിലും തിരിച്ചു വിളിക്കട്ടെ. ഈ കള്ള ഹിമാറിനെ മരുമകളായി ആ ഉമ്മ അംഗീകരിക്കാൻ വേണ്ടി ഓൻ ഗർഭിണിയാണെന്ന് പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പടച്ചുവിട്ട് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഏറെ ദുഃഖകരം, ഏറ്റവും ഒടുവിൽ ഓനെ കൊണ്ടതാവില്ല, ഓന് ഗർഭിണിയാവാൻ കഴിയില്ല. ആഷി എന്ന് പറയുന്ന ഈ ഒരു പഹയന്റെ ഉമ്മ ഓനെ ഒരിക്കലും ഒരു ഭാര്യയായി മരുമകളായി അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ഈ ഒരു പഹയൻ ഓനെ ഒഴിവാക്കി പോയിരിക്കുന്നത്. ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. എന്നെ വെച്ച് പറയാന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത നിമിഷം ഒരു ആണായി ചോദിച്ചു കുഴപ്പമില്ല, ഈ പെണ്ണെന്നെ ആവണം നിർബന്ധമൊന്നുമില്ല, ഒരു ആണായാലും മതി. പക്ഷെ ഈ ഒരു ലൈഫ് വേണ്ട. കാരണം നമുക്ക് നല്ല ഫാമിലി നഷ്ടപ്പെടുന്നു, ഫാമിലിയിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആശ ഫാമിലിയിൽ നിന്ന് പ്രശ്നങ്ങളുണ്ട്, നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളുണ്ട്, നമ്മളെ കാണുമ്പോൾ ആൾക്കാർ കളിയാക്കുന്നുണ്ട്. ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. ഓന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് വെക്കുക. അതായത് ഓനിപ്പോ ആണുമല്ല പെണ്ണുമല്ലാത്തൊരവസ്ഥയിലാണ്. നമുക്കറിയാം, ഓൻ ജനിച്ചത് ആരോഗ്യവാനായ നല്ല താടിയും മുടിയൊക്കെ ഉള്ള ഒരു പഹയനായിരുന്നു, ഒരു ചൊണക്കുട്ടനായിരുന്നു, ഒരു ആൺകുട്ടിയായിരുന്നു. എന്നാൽ ഓനിക്ക് ഈ പറഞ്ഞ കണക്ക് പൊടുന്നനെ ഒരു അട്രാക്ഷൻ ഈ പറഞ്ഞ ആഷിയോടുണ്ടാവുന്നു. ആഷിയോടുള്ള ആ ഒരു മുഹബത്ത് കാരണം ഓൻ പെണ്ണാവാൻ തീരുമാനിക്കുന്നു. പെട്ടെന്ന് ഓൻ തീരുമാനിച്ചല്ല, 4-5 കൊല്ലത്തോളം ഓൻ അതിനു വേണ്ടി പരിശ്രമിച്ച് വെയിറ്റ് ചെയ്ത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷമാണ് ഈ ഒരു പഹയൻ സർജറി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയത്. ഓൻ സർജറി നടത്തി ഓന്റെ ലൈംഗിക അവയവം, അതായത് പുരുഷന്റെ ലൈംഗിക അവയവം ഓൻ ഒഴിവാക്കി. ഓനിപ്പോ അവിടെ ഒന്നുമില്ല, ഓനിപ്പോ അവിടെ ഒരു ശൂന്യമായ ഒരു അവസ്ഥയിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓനെല്ലാം നഷ്ടമായിരിക്കുന്നു. പകരം ഓൻ അമ്മിഞ്ഞ വെച്ച് പിടിപ്പിച്ചു. ഒരമ്മിഞ്ഞയ്ക്ക് ഏതാണ്ട് 2.5 ലക്ഷം റുപ്യ ചെലവ് വരുമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് മെയിൻ്റെനൻസ് ചെയ്യുന്ന കോസ്റ്റ് അങ്ങനെ. അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ജീവനോടെ ഇരിക്കുന്ന കാലം വരെ മരുന്ന് കഴിക്കണം. നാദിറ മെഹറിൻ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്. നാദിറ മെഹറിന്റെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു അത്ര കാലം ഇതിനു വേണ്ടി മരുന്ന് 7-8 ഗുളികകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുക. എന്നാൽ മാത്രമേ ഈ അമ്മിഞ്ഞയും കാര്യങ്ങളും ഒക്കെ അതേമാതിരിക്കും. രോമം വളരാതിരിക്കുക, അമ്മിഞ്ഞ അതുപോലെ തന്നെ നിൽക്കുക, അത്തരം കാര്യങ്ങളൊക്കെ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മരുന്ന് കൂടിയേ മതിയാവൂ. ഓന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക.
ഉത്തരത്തിരിക്കുന്ന കിട്ടിയതുമില്ല, കശത്തിരിക്കുന്ന പോവുകയും ചെയ്തു. എന്തുമാത്രം പൈസയായിരിക്കും ഈ ഒരു പകയൻ ഇതിനു വേണ്ടി ചെലവാക്കി കളഞ്ഞെന്ന് ആലോചിച്ച് നോക്കുക. ഓന്റെ ഉമ്മായ്ക്കും ബാപ്പായ്ക്കും ചെലവിന് കൊടുക്കേണ്ട, അവരെ നോക്കേണ്ട പൈസ മുഴുവൻ എടുത്ത് ഇത്തരം പോക്കിർത്തരങ്ങൾ കാണിച്ചതിന് ശേഷം ഇപ്പൊ കടിച്ചതുമില്ല, പിടിച്ചതുമില്ല. ആലോചിച്ച് നോക്കുക, എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു? ഈ ട്രംപ് ഈ പറഞ്ഞ സംഭവം നിർത്തലാക്കാനുള്ള പ്രധാന കാരണം നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. അതായത് ഇതിന് ചെലവാകുന്ന കോസ്റ്റ് അതിഭീമമായ കോസ്റ്റ് ആയതുകൊണ്ട് ഈ പറഞ്ഞ ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് ഭയങ്കര കോസ്റ്റാണ്. 10 ലക്ഷം 20 ലക്ഷം ഒക്കെ നമ്മുടെ നാട്ടിൽ മേടിക്കുന്നുണ്ട്. അതും പൂർണ്ണമായി വിജയിക്കുമെന്ന് ഉറപ്പില്ല. അപ്പൊ ഇതുപോലുള്ള അപരാധങ്ങൾക്ക് വേണ്ടി ഈ കള്ള ഹിമാറുകൾ ഇത്രയും പൈസ മുടക്കി ആയതിനു ശേഷം ഇതുപോലുള്ള തിരിച്ചടികൾ കിട്ടുവാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ ലെസ്ബിയൻ ദമ്പതികളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ആ ഒരു വിഷയമില്ല. ഈ ആദില നൂറയിലെ ആദില പുരുഷന്റെ ഒരു രീതിയൊക്കെ ഉണ്ടെങ്കിൽ ഓളൊരു പുരുഷനാവാനുള്ള ശസ്ത്രക്രിയയും കാര്യങ്ങളും ഒന്നും നടത്തി അതിനൊരു ശ്രമം നടത്തുന്നില്ല. അതെന്തായാലും വലിയൊരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് നടത്താതിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ആരോഗ്യമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആരോഗ്യം കളഞ്ഞുള്ള ഇതുവനക്കുള്ള അപരാധ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക. ചെറിയൊരു സുഖത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് സ്വവർഗരതിക്ക് വേണ്ടി, കുണ്ടം മറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ലെസ്ബിയൻ ആവാൻ വേണ്ടി, അല്ലെങ്കിൽ ആണും പെണ്ണും തന്നെ ആയിക്കോട്ടെ, ചെറിയ ലൈംഗിക സുഖത്തിന് വേണ്ടി ഇതുപോലെ പൈസകൾ മുടക്കി ആരോഗ്യം കളഞ്ഞിട്ട് എന്ത് നേട്ടമാണ്? ഈ അപരാധികൾ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല? എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എന്നാൽ LGTBയുടെ ആളുകളും ഭാരവാഹികളും ഒക്കെ ഇതിന് വലിയ സപ്പോർട്ടാണ്. എങ്ങനെയും ഫണ്ട് സ്വരൂപിക്കുക, ലിംഗമാറ്റം നടത്താൻ വേണ്ടി ഇത്തരം ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഓലെ കൊണ്ടുവരിക, ലിംഗമാറ്റം നടത്തുക, അതിനുവേണ്ടി ഫണ്ട് സ്വരൂപിക്കുക, അതൊക്കെയാണ് അവരുടെ പരിപാടികൾ. അപ്പൊ അതൊക്കെ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതൊന്നും സ്ഥായിയല്ല, അല്പകാലത്തേക്ക് വേണ്ടി മാത്രം കാട്ടിക്കൂട്ടുന്ന ലെസ്ബിയൻ ദമ്പതികളുടെ അവസ്ഥയും എന്താവും നമുക്ക് കണ്ടറിയാം. ആദിലയുടെയും നൂറയുടെ അവസ്ഥ നമുക്കറിയില്ല എന്തായി തീരുമെന്ന്. അവരുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരം തന്നെയാണ്. എനിവേ, ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. LGTB ഈ ദിവസം കരിദിനമായി, ഇത് സത്യമാണെങ്കിൽ കരിദിനമായി ആചരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലൊരു അവസ്ഥ ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ബൈ.